മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചു. തമിഴ്നാടിന്റെ എതിർപ്പ് തള്ളി ജല കമ്മീഷൻ. 12 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ NCPയിൽ സമ്മർദ്ദം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ജില്ലാ പ്രസിഡന്റുമാർ. അന്തിമ തീരുമാനം ശരത് പവാർ എടുക്കും. മന്ത്രിയെ മാറ്റൽ തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന് PC ചാക്കോ. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. PV അൻവർ MLA ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ അസാധാരണ പ്രഖ്യാപനം പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ. ഫോൺ വിളി വിവാദത്തിൽ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഷൻ. പോലീസിനെ അച്ചടക്കം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. സേനാംഗങ്ങൾ അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് പൊളിക്കരുത്. പോലീസ് സേനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. എത്ര ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും പിണറായി വിജയൻ. വീണ്ടും പുതിയ വെളിപ്പെടുത്തലുമായി PV അൻവർ MLA. സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ADGPയുടെ സംഘം സ്വർണം കടത്തി. കവടിയാറിൽ ADGP അജിത് കുമാർ ആഡംബര വീട് പണിയുന്നു. നാളെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും അൻവർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സിമി റോസ്ബെൽ ജോൺ. വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത നേതാക്കൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തെന്ന് സിമി. VD സതീശൻ എതിരാളികളെ വെട്ടിനിരത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട്. ഈ പോക്ക് പോയാല് 1.5 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒരു ക്രൈറ്റീരിയ മെറിറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുകയാണ്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സിമി റോസ്ബെൽ ജോൺ കേരള വിഷൻ ന്യൂസിനോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ കൂട്ടായ്മ. നീതിപൂർവമായ അന്വേഷണവും വിചാരണയും നടപ്പാക്കണമെന്ന ആവശ്യം. നിയമ നടപടി തുടരാത്ത സ്ത്രീകളെ വേട്ടയാടരുത്. മുഖ്യമന്ത്രിക്ക് കത്തയച്ച സുപ്രീം കോടതിയിൽ അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ 72 പേർ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ഈ സന്ധ്യയിൽ ഇനി വരാനിരിക്കുന്ന രാത്രിയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരങ്ങളിൽ ഇപ്പോഴും ഉറക്കം കിട്ടാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അല്പം ഒരു ആശ്വാസം. ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ എന്നൊക്കെയുള്ള ഭയം വളർത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹത്തിനും അല്പം ആശ്വാസമുള്ള വാർത്ത വന്നിരിക്കുന്നു.